ഈ തക്കാളി കൊണ്ട് ഇന്ന് ഉച്ചയൂണിന് പറ്റിയ ഒരു വിഭവമാണ് ഉണ്ടാക്കുന്നത്. തക്കാളി അരച്ചു വരട്ടിയത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും കുക്കുത്ത് സോപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഈ തക്കാളി അരച്ചു വരട്ടുന്നത് എങ്ങനെയാണെന്ന് കാണണ്ടേ? നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിന് 5 തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത തക്കാളിപ്പഴം വേണം എടുക്കാനായിട്ട്. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി, ഒരു 20ഓളം വെളുത്തുള്ളി. ഇത് ചെറുതും വലുതും ഒക്കെ ഉണ്ട്, എല്ലാം കൂടെ കൂടിയാണ് 20 എണ്ണം ഉള്ളത്. 3.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 നുള്ള് ഉലുവ, അതുപോലെ 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 1/2 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്, കറിവേപ്പില, ഉപ്പ്, നല്ലെണ്ണ, 1/2 ടീസ്പൂൺ കായപ്പൊടി. തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർക്കാം. നല്ലെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം ചേർക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇത് വെന്ത് കിട്ടണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇപ്പം തക്കാളിപ്പഴത്തിന് ഒന്ന് ആവി കയറിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ എടുത്ത് വെച്ചിരിക്കുന്ന വാളംപുളി ഒന്ന് ചെറുതാക്കി ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ തക്കാളിപ്പഴത്തിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വേണം ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ കൂട്ടണ്ട, അടച്ചു വെക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇപ്പം വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് തീ അല്പം കൂടെ കുറച്ചിടുവാണ്. അടച്ചു വെക്കാം. ഇനി നമുക്കിത് വെന്തോന്ന് നോക്കാം. ഇപ്പം തക്കാളിപ്പഴമൊക്കെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഈ തക്കാളിക്കൂട്ട് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് വരട്ടിയെടുക്കണം. അതിന് ഒരു 2.5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണ ചൂടായി അതിലേക്ക് കടുക് ചേർക്കാം. അതിലേക്ക് ഉലുവ, കറിവേപ്പില, വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരണം. കൂടെ തന്നെ ചുവന്ന മുളക് മുറിച്ചതും ചേർക്കാം. വെളുത്തുള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. കൂടെ തന്നെ കാശ്മീരി മുളക് പൊടി. തീ ഏറ്റവും കുറച്ച് വെക്കണം. ഈ മുളക് പൊടി ചെറുതീയിൽ കിടന്നൊന്ന് മൂത്ത് വരണം. മുളക് പൊടി മൂത്ത മണം വന്നിട്ടുണ്ട്. അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം ചേർക്കാം. ഇതിൻ്റെ അകത്ത് ഒരിക്കലും ഇനി വെള്ളം ചേർക്കരുത്. മിക്സിയിൽ എന്തോരം ഇരിപ്പുണ്ടെങ്കിലും അത് കൈകൊണ്ട് നന്നായിട്ട് വടിച്ചെടുത്തിട്ടാൽ മതി. ഇതിൻ്റെ അകത്ത് വെള്ളം ചേർക്കരുത്. ഇത് ഇങ്ങനെ നന്നായിട്ട് വരട്ടി വെച്ചാൽ ഒരു 3-4 ദിവസം വെളിയിൽ തന്നെ ഇരുന്നോളും. അതുപോലെ നനഞ്ഞ സ്പൂണിട്ട് എടുക്കരുത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഇനി ഈ വെള്ളവും കൂടെ ഒന്ന് വറ്റി വരണം. ഇതിൻ്റെ ഉപ്പ് നോക്കണം. ഞാൻ നോക്കിയിട്ട് ഉപ്പ് കുറവാണ്. ഇത് അടി പിടിക്കാതെ ശ്രദ്ധിച്ചോണം. തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി.
ഇതിലേക്ക് ഉലുവാപ്പൊടി ചേർക്കാം. അര ടീസ്പൂൺ കായപ്പൊടിയും ചേർക്കാം. ഇത് ചോറിന് മാത്രമല്ല, കഞ്ഞി അതുപോലെ കപ്പയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു വരട്ടിയതാണ്. ഇതിപ്പോൾ നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം, വെള്ളമയം എല്ലാം പറ്റി ഇതുപോലെ വരണ്ട് വരണം. ഇത് ഇരിക്കും തോറും അല്പം കൂടെ കുറുകി വരുമ്പോഴും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇവിടെ ഒട്ടും അടി പിടിച്ചിട്ടില്ല, അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. തക്കാളി വരട്ടിയത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് ചോറിനും കഞ്ഞിക്കും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ അടിപൊളി രുചിയുള്ളൊരു തക്കാളി വരട്ടിയതാണ്. നിങ്ങളും ഇതൊന്ന് ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ ടേസ്റ്റാണ് ഇതിന്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.